നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ-ഇ തയ്ബ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് സെയ്ഫുള്ള കസ്തൂരിയാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. ഇയാൾ ലഷ്കർ-ഇ ഭീകരൻ ഫായിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. ഇയാൾ ആക്രമണം നിയന്ത്രിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിൽ നിന്നും ഭീകര സംഘത്തിന് പരിശീലനം ലഭിച്ചിരുന്നു. 6 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് ഭീകരാക്രമണം നടന്ന സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ ബൈക്കുകൾ ലഭിച്ചത് എന്നുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ബ്രിജ് ബഹൈറ സ്വദേശി ആദിൽ തോക്കർ ഭീകര സംഘത്തിൽ ഉള്ളതായി സംശയിക്കുന്നുണ്ട്. ഇയാൾ ലഷ്കർ-ഇ തയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ-ഇ തയ്ബ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു. ഭീകരരെ കണ്ടെത്താനായി പ്രദേശത്ത് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും മറ്റ് സുരക്ഷാ സേനകളും ചേർന്ന് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ലഷ്കർ-ഇ തയ്ബയുടെ 6 അംഗ സംഘത്തിന് പ്രദേശത്തെ ഒരാളുടെ കൂടി പിന്തുണ ലഭിച്ചതായാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ടിക്ക എന്ന പേരിലാണ് കാശ്മീർ മേഖലയിൽ സൈന്യം തിരച്ചിൽ നടത്തുന്നത്. അതിനിടെ അതിർത്തിയിൽ ഷെല്ലാക്രമണവും ഉണ്ടായിട്ടുണ്ട്. നുഴഞ്ഞു കയറാനുള്ള ഭീകരരുടെ ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ വെച്ച് അടിയന്തര ഉന്നതതല യോഗം ചേർന്നിരുന്നു. രാവിലെ 7 മണിയോടെ ഡൽഹിയിലെത്തിയ നരേന്ദ്രമോദി ഡൽഹി വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെ ലോഞ്ചിൽ വെച്ചാണ് യോഗം ചേർന്നത്. യോഗത്തിൽ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവർ സംബന്ധിച്ചിരുന്നു. ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ച വിവരം അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ഇന്ന് യോഗം ചേർന്നേക്കും. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും 6 പേർ, ഗുജറാത്തിൽ നിന്നും കർണാടകയിൽ നിന്നും 3 പേർ വീതവും, ബംഗാളിൽ 2 പേരും, ആന്ധ്രയിൽ നിന്നും 1, കേരളത്തിൽ ഒരാളും, UP, ഒഡീഷ, ബീഹാർ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, മധ്യപ്രദേശ്, കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നും ഒരാൾ വീതവുമാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നേപ്പാളിൽ നിന്നുള്ള ഒരാളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റ 17 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ തമിഴ്നാട് സ്വദേശി അബോധാവസ്ഥയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജമ്മു കാശ്മീരിൽ 2019 ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ ഇപ്പോൾ നടന്നത്. ട്രെക്കിങ്ങിന് മേഖലയിലേക്ക് പോയവർക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത്.